ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഈദ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി. നാട്ടിൽ നിന്ന് വന്ന തിരക്കുകളും പിന്നെ സ്കൂൾ റീ ഓപ്പണിങ്ങും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ നമുക്ക് വേഗം പാർട്ട് 2ലേക്ക് പോകാം. ഈദിൻ്റെ അന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഉണ്ടാക്കിയത് നൂൽപുട്ടും മട്ടൺ സ്റ്റൂ ആയിരുന്നു. നമ്മളിതിന് നൂൽപുട്ട് എന്നാണ് പറയുക. മിക്കവരും എനിക്കൊന്ന് ഇടിയപ്പം എന്നാണ് പറയാൻ തോന്നുന്നു. ഇതാ നമ്മുടെ പറമ്പിലുണ്ടായതാണ്. ഇതിന് നമ്മൾ ചക്കപ്പഴം എന്നാട്ടോ പറയുക. കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഒരു ഫാമിലിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചക്കയൊക്കെ ഇടാനുണ്ടായിരുന്നു. ചക്ക ഇട്ടു, സപ്പോർട്ടൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചു. വീട്ടിലൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതൊക്കെ പറിച്ചു തന്നു. കുറച്ച് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ബാക്കി വീട്ടിലാവശ്യത്തിനും നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ മൈലാഞ്ചി നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടത്തോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് എൻ്റെ ഉപ്പയുടെ ഉമ്മേനെയും കൂടി കാണാൻ പോകാനുണ്ട്. പോകുന്ന വഴിക്കൊക്കെ നിറയെ കൊന്നപ്പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൻറ്റിയുടെ വീട്ടിലെത്തി. ആൻറ്റി അത്യാവശ്യം നന്നായിട്ട് ഗാർഡനിങ്ങും അതുപോലെ പെറ്റ്സും ഒക്കെ ഉണ്ട് ആൻറ്റിക്ക്. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കസിനൊക്കെ കൂട്ടിയിട്ട് അവിടെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. ഞാൻ അധികം വിഷ്വൽസൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചമ്മൽ. അപ്പോൾ ഇതാ വീണ്ടും കുറച്ച് കൊന്നപ്പൂക്കൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കസിനെ പിക്ക് ചെയ്തിട്ട് എൻ്റെ ഉപ്പാടെ ഉമ്മൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വല്യമ്മനൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ പൂത്തിരിയൊക്കെ കത്തിച്ചു. മക്കൾ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആൻറ്റിയുടെ അടുത്ത് പോയപ്പോൾ ആൻറ്റി കൊടുത്തതായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങി. ആദ്യം ഒന്ന് മലബാർ ഗോൾഡിൽ കയറി. അവിടെ കയറി ഒരു മാലയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഇപ്പം മലബാർ ഗോൾഡിൽ ഭയങ്കര അടിപൊളി കളക്ഷൻസാണ്. എൻ്റെ കല്യാണ സമയത്ത് കളക്ഷൻസൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ആ സമയത്തിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഭയങ്കര അപ്ഡേറ്റഡ് ആയ പോലെയുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയത്. അത്ര ഞാൻ ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോസൊന്നും മാലയുടേതും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കമ്മലും ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഗോകുലം മാളിലോട്ടാണ്. അവിടെ നിന്ന് പോയപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോയത് ഈദ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതാ വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലൊക്കെ ഏകദേശം എല്ലാം എന്താ പറയുക ഒക്കെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് ഭയങ്കര മെസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഇങ്ങനെ നോക്കിയെടുക്കാനൊന്നും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നൈക്കയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സാരി നോക്കാനുണ്ടായിരുന്നു. സാരി നോക്കാൻ വേണ്ടി പോയി. ഈ ഷോപ്പിൽ തന്നെയായിരുന്നു ഞാൻ ലാസ്റ്റ് ഇയറും വന്ന്. അന്ന് ഞാൻ ഇവിടുന്ന് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിന് ഒരൊറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണമെന്നുള്ള ഡൗട്ടിലൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വേഗം അവിടുന്ന് പുറത്ത് ചാടി. ഭയങ്കര തിരക്കും റഷും ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു വെനസ്ഡേ ആണ്. ഏപ്രിൽ 3rd 4th നൈറ്റാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന രാവിലെയല്ല, ഈ ഒരു വെനസ്ഡേ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു. ഇന്നലെ എനിക്ക് വിചാരിച്ച പോലെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പുറത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ ബഹളത്തിനിടയ്ക്ക് ഒന്ന് ഷോപ്പ് ചെയ്യാനുള്ളൊരു ക്ഷമയൊന്നുമില്ല. പിന്നെ ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ഓട്ടോയിലാണ്. ഇന്ന് നമുക്ക് ഡ്രൈവറൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ലുലുവിലേക്കാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഡെൻ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഈ ഡോക്ടറാണ് എൻ്റെ വിസ്റ്റം ടൂത്തൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നത്. അപ്പം അതിനുശേഷം എനിക്ക് ഇവിടെ വരാനാണ് ഒരു സമാധാനം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തവണ നമ്മൾ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൻ്റെ അടുത്തോട്ടാണ് പോയത്. എല്ലാ തവണയും നമ്മൾ മാനേജറ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറ്. അങ്ങനെ ഇത്തവണ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള തോട്ടത്തിൽ പോയിട്ട് ഒരു ഷോൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. അവിടെ നല്ല ഷോളിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
അത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് വിശന്നു. വേഗം ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ ദ ബേക്കർ ആൻഡ് കോയിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയി ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് ലാറ്റെ, തിരമിസു, ചീസ് കേക്ക് ഇതൊക്കെ ഓർഡർ ചെയ്തു. ഈ ബേക്കർ ആൻഡ് കോക്ക് ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഈ ഒരു ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ആവുന്നതിന് മുൻപേ തന്നെ ഞാൻ ഇവരുടെ ഒരു കസ്റ്റമറാണ്. എനിക്ക് ഇവരുടെ കേക്ക്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പ്രീമിയം കേക്ക്സാണ് ഇവരുടേത്. കേക്ക്സും ഡെസേർട്ട്സും എല്ലാം ഒരു പ്രൈസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ലിറ്റിൽ പ്രൈസിയാണ്. പക്ഷേ ആ സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവരുടെ ആംബിയൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈവൻ വാഷ്റൂംസ് ആയാലും എല്ലാം. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് റിലാക്സ് ചെയ്തിരുന്ന് കോഫിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഓട്ടോ സവാരി എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹൈലൈറ്റ് മോളിലോട്ടാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻലോ ആൾ വർക്കിംഗ് ആണ്. അപ്പോൾ ആൾ തിരിച്ച് പോകുന്ന സമയത്ത് നമ്മളൊന്ന് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഹൈലൈറ്റിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞാനിത് ഹൈലൈറ്റിൽ ഫുള്ള് കറങ്ങി. എനിക്കങ്ങനെ പെട്ടെന്ന് ഒന്നും ഇഷ്ടപ്പെട്ടതൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല. വെസ്റ്റ് സൈഡ് ഹോമൊക്കെ ഇപ്പം ഇല്ലല്ലോ, അതൊക്കെ ക്ലോസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഹോം ഡെക്കോറൊന്നും കിട്ടിയില്ല. അപ്പം ഇങ്ങനെ ജസ്റ്റ് നടക്കുമ്പോഴാണ് ഒരു ഗാന്ധിഗ്രാമിൻ്റെ ഒരു കുഞ്ഞ് ഔട്ട്ലെറ്റ് കണ്ടത്. അപ്പം ഞാൻ മാനാഞ്ചിറയിലുള്ള ഇവരുടെ ഔട്ട്ലെറ്റിൽ പോയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ കണ്ടു. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് രാത്രി ബ്രദർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്ന് നൈറ്റാണ് ഞാൻ തിരിച്ച് യു എയിലോട്ട് പോകുന്നത്. തിരിച്ചു പോകുന്ന അന്ന് രാവിലെ ഉമ്മ എനിക്കിഷ്ടപ്പെട്ട മട്ടൻ സ്റ്റ്യൂവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചു. ഇത് അന്നത്തെ നൈറ്റിലെ കാഴ്ചകളാണ്. രാത്രിയാണ് ഫ്ലൈറ്റ്. ഇത്തവണ ഇൻഡിഗോ ആണ്. ഇത്തവണ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അബുദാബിയിലോട്ടാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ലോഞ്ച് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമുക്കതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ ഞാൻ പറഞ്ഞ സമയത്തിനേക്കാൾ കുറച്ച് നേരത്തെയാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിതാ നമ്മൾ തിരിച്ച് രാവിലെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതാ ഞാൻ ഇങ്ങനെ ഓരോ ഭാഗത്താക്കി വെച്ചിട്ടുണ്ട്. മാങ്ങയുണ്ട്, പിന്നെ ചക്കക്കുരു ഉണ്ട്, ചക്കയുണ്ട്, പിന്നെ ഇതൊക്കെ ഈ നെയ്യുടെ ബോട്ടിലുള്ളത് ഉമ്മ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ആ നെയ്യ് നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ് നല്ല ഡിഫറൻസ് ആണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സപ്പോട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ചക്ക വെച്ചിട്ട് ഞാൻ കുറച്ച് ചക്ക വരട്ടിയത് ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചക്ക ഇങ്ങനെ എനിക്ക് പാക്ക് ചെയ്ത് തന്നത് വീട്ടിലുമ്മക്ക് ഹെൽപ്പിന് വരുന്നൊരു ഫസീലത്തുണ്ട്. ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചക്ക നന്നായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് തരണം. മൂപ്പത്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കെല്ലാം നല്ല നീറ്റായിട്ട് തന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഞാനതായി ചക്കയുടെ കുരു ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ചക്ക ചുള മാത്രം ഞാനിങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ചക്ക വരട്ടിയത് ഉണ്ടാക്കിയത് ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല, ഞാനായിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ്. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പണ്ട് എനിക്ക് ഈ ചക്ക, മുരിങ്ങയില ഇതൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനങ്ങളായിരുന്നു. ഇവിടെയൊക്കെ വന്ന് കുറച്ച് പ്രായമൊക്കെ ആയപ്പോഴും എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിലല്ല, കുറച്ചിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചക്ക ഞാൻ തിരിച്ചിവിടെ വന്നിട്ടും ഞാൻ ഉമ്മനോട് പറയാം ഭയങ്കര ടേസ്റ്റായിരുന്നു. മാഷാ അല്ലാ. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും കുറച്ചും കൂടെ ചക്ക വേണമായിരുന്നു, കുറച്ചും കൂടെ ചക്ക കൊണ്ടുവരായിരുന്നു എന്ന്. അപ്പോൾ ഇതാ ചക്ക ഞാൻ ഇതുപോലെ ഭയങ്കര കുനുകുനാന്നൊന്നും അരിഞ്ഞിട്ടില്ല, എന്നാലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനൊന്ന് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം ഞാനതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉരുളി എടുത്ത് ഉരുളിയിൽ നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം വേവിച്ച ചക്ക അതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ നന്നായിട്ട് നെയ്യിൽ വരട്ടിയെടുത്തു. ശർക്കര എൻ്റെത് ഞാൻ ഗാന്ധിഗ്രാമിൽ നിന്ന് വാങ്ങിച്ച ശർക്കരയായിരുന്നു. അത് ശർക്കരയുടെ പൊടിയായിരുന്നു, നല്ല ശർക്കരയാണ് അവിടുത്തത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ബോട്ടിലും കൂടെ വാങ്ങിക്കായിരുന്നു എന്ന്. കാരണം പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ എന്തിനൊക്കെയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഒന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അതിലോട്ട് ഇടാനുള്ള കുറച്ച് ഏലക്കപ്പൊടി ഉണ്ടാക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചക്ക ഇങ്ങനെ തന്നെ വേവിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി.
അതല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും തോന്നുന്നു. അപ്പോൾ അത് ഏലക്ക ഞാനൊന്ന് പൊടിച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചക്കരട്ടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സും ചക്കയും ഒക്കെ കൂടെ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ചക്കരട്ടി ഇതൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറി ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത ബോട്ടിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ചത്. അപ്പോൾ അതാ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു 1 month ആവാൻ പോകുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ പുറത്ത് വെച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അപ്പം ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടി നിന്നില്ല. ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചക്ക വരട്ടിയത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ ഒന്ന് ഉപ്പിലിട്ട് നോക്കാം. ഞാൻ ഇതും ഫസ്റ്റ് ടൈമാണ് മാങ്ങ ഇങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ട് ഉപ്പിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ ഇതിന് ഞങ്ങൾ എന്താ പറയുക മാങ്ങയുടെ ഞെട്ടി അങ്ങനെ എന്തോ പറയുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലത് തറയിൽ താഴെ വീണിട്ട് പൊട്ടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ആ മാങ്ങയുടെ ഒരു കളർ പച്ച കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഓഫാക്കി വലിയൊരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള മടിക്ക് ഞാൻ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇടിയപ്പ ചെമ്പിലാണ് കേട്ടോ മാങ്ങ ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുത്തത്. ഇതൊരു കറക്റ്റ് 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. മാങ്ങയുടെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു കളറായിട്ട് വന്നാൽ മാത്രം മതി. എന്നിട്ട് എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെയുള്ള 2 ഗ്ലാസ് ബോട്ടിൽ എടുത്തു. ഇത് നന്നായിട്ട് അതുപോലെ കഴുകി ഉണക്കിയെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ താഴെ ഞാൻ കുറച്ച് കല്ലുപ്പ് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ മാങ്ങ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്ത് എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഒരു 5-6 ടേബിൾ സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് അത് തിളപ്പിച്ച് ആറിയ വെള്ളം 2 ബോട്ടിലും ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഫിൽ ചെയ്തിട്ടെടുത്ത് ബാക്കിയുള്ള വെള്ളം മാങ്ങ ഉപ്പിലിടുമ്പോൾ ഞാനിങ്ങനെ കുറേ യൂട്യൂബിലും പിന്നെ ഉമ്മനോടും ഒക്കെ ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ മാങ്ങ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം. അപ്പോൾ ബാക്കി വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാങ്ങ ബോയിൽ ചെയ്തില്ലേ ആ വെള്ളം കൂടെ നിറയെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഇത് വീഡിയോസിലും പിന്നെ ഉമ്മയൊക്കെ പറഞ്ഞു ഒരു 2 വീക്സൊക്കെ വേണമെന്ന്. അപ്പോൾ 2 വീക്സൊക്കെ ആയിട്ടാണ് ഞാനിത് എടുത്ത് യൂസ് ചെയ്തത്. ചിലവർ പറഞ്ഞു 21 ഡേയ്സ് വേണമെന്ന്. പക്ഷെ ഞാൻ കറക്റ്റ് 2 വീക്സ് കഴിഞ്ഞപ്പോൾ എടുത്ത് യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്. ആ വീഡിയോയുടെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഞാൻ ഈ മാങ്ങയുടെ ഒരു ഞെട്ടിയുടെ ആ ഭാഗത്ത് ചെറുതായിട്ട് നല്ലെണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ ഉപ്പിലിട്ടത് കേടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആയിരുന്നു അതിൻ്റെ ടിപ്സ്. പിന്നെ ഈ ഒരു കത്തി ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഈ ഏറ്റവും ചെറിയ സാധനം തീരെ കൊള്ളൂല. ബാക്കി 2 നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ഞാനത് യൂസ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. പിന്നെ ഈ ഒരു കത്തിയും വാങ്ങിച്ചു. ഇതിൻ്റെ ഇത്തവണ ഞാനിതിൻ്റെ സിംഗിൾ മാത്രമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ 3 പീസ് വരുന്നത് വളരെ മോശമാണ്. എളുപ്പം തന്നെ കേടായി പോകും. അപ്പോൾ ഇത് ഒരെണ്ണം ഉള്ളതാണ് വാങ്ങിച്ചത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഈ ഒരു ക്ലോത്ത് ബാഗ്സ് മെഷ് ബാഗ്സ് വാങ്ങിച്ചു. ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ ചില സാധനങ്ങളൊക്കെ അധികം വർക്കുള്ള ഡ്രസ്സസൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുമ്പം ആ വർക്കൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ആ മുത്തും അങ്ങനെ എന്താ പറയുക ക്രിസ്റ്റൽസൊക്കെ ഉള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബാഗിലിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിനൊരു കുറച്ച് നല്ലതായിരിക്കും. അപ്പം ഈ ബാഗും കൂടെയാണ് ഞാൻ ഇത്തവണ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലെന്തിനെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് പറയുക. അതുപോലെ ഇൻഷാ അല്ലാ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.